മലയാളികളെ മാത്രമല്ല കേരളത്തിന്റെ പുറത്തും ഓണം വളരെ കെങ്കേമമായി തന്നെയാണ് ആഘോഷിക്കാറ്. അത്തരത്തിലുള്ള ഒരു വാർത്ത നമുക്കിനി കാണാം. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതി ബഹ്റിൻ കേരളീയ സമാജം ഓണം ഘോഷയാത്ര സംഘടിപ്പിക്കുകയുണ്ടായി. കേരളീയ നാടൻ കലകളെല്ലാം സംഗമിച്ച ഈ ഘോഷയാത്ര കാഴ്ചക്കാർക്ക് മറ്റൊരു ഓണവിരുന്നായിരുന്നു. സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ഫ്ളാഗ് ഓഫ് ചെയ്ത ഘോഷയാത്രയിൽ നാടൻ കലാരൂപങ്ങൾ, പുലിക്കളി, നിശ്ചല ദൃശ്യങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവ ഒരുക്കി സംഘടനകളും സ്ഥാപനങ്ങളും അണിചേർന്നു. കേരളത്തിന്റെ വിവിധ കാലഘട്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേറ്റി. 150ഓളം കുട്ടികൾ അണിനിരുന്ന സമാജം പാഠശാല, ചിത്രകലാ ക്ലബിന്റെ ഓണസദ്യ, മാവേലിക്കരയുടെ കാളയും കുത്തിയോട്ടവും, തിരുവല്ലക്കാരുടെ പടയണി, സമാജം എന്റർടൈനിംഗ് വിങ്ങിന്റെ ആനയും കരയാട്ടവും, പുലിക്കളിയും അമ്മൻകുടവും ചെണ്ടമേളവും, വടകര സഹൃദയവേദിയുടെ ഇളനീർ വരവ്, തെയ്യം, ഉണ്ണിയാർച്ച, പഴശ്ശിരാജ, കുഞ്ഞാലി മരക്കാർ, കോമരവും എല്ലാം ആഴത്തിലുള്ള ഒരു സംസ്കാരത്തെ വിളിച്ചോതുന്നതായിരുന്നു. വരശ്രീ രാധാകൃഷ്ണൻ അണിയിച്ചൊരുക്കിയ ആവണിപ്പൂക്കൾ, മ്യൂസിക് സിറ്റി ഓർക്കസ്ട്രയുടെ വിവേകാനന്ദൻ നയിച്ച ഗാനമേളയും അരങ്ങേറി. ഇന്ത്യ വിഷൻ, ബഹ്റൈൻ. ഇപ്പൊ കണ്ട ഈ കാഴ്ച നന്നായി ആസ്വദിച്ചെന്ന് തോന്നുന്നു. സനുഷ നിറയെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ പുലിക്കളിയൊക്കെ എപ്പോഴെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടോ? പുലിക്കളി ആസ്വദിച്ചിട്ടുണ്ട്. അവർക്ക് നീലേശ്വരത്ത് വെച്ച് ഞങ്ങളിങ്ങനെ ഒരു അമ്പലത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇതേപോലെ ഒരു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് ഞാൻ പുലിക്കളിയൊക്കെ കണ്ടിട്ടുള്ളത്.